പാലക്കാട് ആശാ വർക്കർമാർക്ക് CPM ഭീഷണി. പേഴുംപള്ളം മുല്ലേരി LC അംഗം രമണിയാണ് ഭീഷണി മുഴക്കിയത്. സമരത്തിൽ പങ്കെടുത്താൽ ആശാ വർക്കറായി പിന്നെ പ്രവർത്തിക്കാനാകില്ലെന്നാണ് ഭീഷണി. എല്ലാ പഞ്ചായത്തിന്റെയും എനിക്കൊരു പ്രത്യേക ശ്രദ്ധയ്ക്ക് കണ്ണാടി ആരെയും പോകുന്നുണ്ട് പറയേണ്ടത്. എന്താണ് കണ്ണാടി പഞ്ചായത്തിലെ ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട്. ആരെങ്കിലും പോയി എന്നറിഞ്ഞാൽ ഒരാശ പോലും ഇവിടുന്ന് പോയി എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിതിൻ ഏരിയ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ആ പോയ പോലെ ഉണ്ടാവുള്ളൂ, പിന്നെ ആ ആശയിൽ തുടരില്ല എന്നാണ്. എന്തായാലും ഉറപ്പന്നെ, എന്ത് തന്നെയാണെങ്കിലും ശരി, ആരെങ്കിലും അങ്ങനെ പോകണ ഉദ്ദേശം ഉണ്ടെങ്കിൽ അവർ പേരും ഫോൺ നമ്പറും തരിക. ഇപ്പൊ തന്നെ LC മെമ്പർമാരിനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അറിയിച്ചിട്ട് അവരിന് എന്തായാലും ഏരിയ സെക്രട്ടറി നിതിനെ അറിയിക്കാൻ പറ്റുന്നുണ്ട്. ആ മന്ത്രിതലത്തിൽ തന്നെ ഞങ്ങൾ അത് ഒഴിവാക്കുന്നതാണ്. ആരാണ് പറഞ്ഞു കഴിഞ്ഞാൽ പോവാൻ തയ്യാറായി എന്നുള്ളത് ഒരു കണ്ണാടി പഞ്ചായത്തിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ആരാ പോണു പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറിയിപ്പ് കൊടുത്തോളി, നിങ്ങൾ തുടരില്ല എന്നുള്ളത്. അത് BJPന്റെയും കോൺഗ്രസിന്റെയും ഒരു രാഷ്ട്രീയ കളിയാണ്. ആ കളിയിൽ നിങ്ങൾ ആരെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ പോയ പോലെ തന്നെ ഉണ്ടാവുള്ളൂ, പിന്നെ തിരിച്ച് ആശയിൽ ഉണ്ടാകില്ല. ഒന്നും കൂടി ഓർമ്മിക്കുകയാണ്. ചേരുന്ന അരുൺ, എന്തൊരു കഷ്ടമാണ്. ആശാ വർക്കർമാർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു സമരം നടത്തുന്നു. ആ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നത് സർക്കാരാണ്. സമരം തുടരുന്നത് പരിഗണിക്കാത്തത് സർക്കാരാണ്. CPM നേതാക്കളാണ് അധിക്ഷേപം തുടരുന്നത്. അതിന് പിന്നാലെയാണ് ഈ ഭീഷണി. CPM LC അംഗം വാട്സാപ്പിലാണെന്ന് തോന്നുന്നു ഒരു സന്ദേശം അയക്കുന്നു. ആശാ വർക്കർമാർ ആരെങ്കിലും സമരത്തിന് പോയാൽ ആ വഴിക്ക് പൊയ്ക്കോളണം എന്ന്. എന്താണ്? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ഈ ആശാ വർക്കർമാർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരിടത്ത് പോരാടുന്നു. ആ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ തുനിയുന്നവരെ പോലും CPM ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് ഈ പാലക്കാട് കാണാൻ കഴിയുന്നത്. പാലക്കാട് ഈ പേഴുംപള്ളം മുല്ലേരി LC അംഗം രമണിയാണ് ഇത്തരം ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഈ ഭീഷണി അയച്ചിരിക്കുന്നത് ഇവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇങ്ങനെ ഒരു ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത്. സമരത്തിൽ പങ്കെടുത്താൽ അവർ പിന്നെ ആശാ വർക്കറായി അവരെ പ്രവർത്തിപ്പിക്കില്ല എന്നുള്ളതാണ് ഇവർ ഭീഷണിയായിട്ട് പറയുന്നത്. LC മെമ്പർമാരെയും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഏരിയ സെക്രട്ടറി നിതിൻ കണിച്ചേരി ഉൾപ്പെടെയുള്ളവരെയൊക്കെ ഈ കാര്യം, അതായത് ആരെങ്കിലും ഇങ്ങനെ ആശാ വർക്കർമാരുടെ സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇവരെയൊക്കെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ അവരെയൊക്കെ അറിയിക്കും. അത് കൂടാതെ തന്നെ മന്ത്രിതലത്തിൽ ഇടപെട്ടുകൊണ്ട് ഇവരെ ആശാ വർക്കർമാരിൽ നിന്ന് തന്നെ ആശാ വർക്കർമാരിൽ നിന്ന് തന്നെ ഇവരെ പുറത്താക്കും എന്നുള്ളതാണ് ഈ ഭീഷണിയിൽ പറയുന്നത്. മാത്രമല്ല, ആശാ സമരം BJPയുടെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ കളിയാണ് എന്നും ഈ നേതാവ് ഇത്തരത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ആശാ വർക്കർമാരുടെ സംഘടന, ഇടതുപക്ഷ സംഘടനയുടെ സംസ്ഥാനതല ചുമതലയുള്ള വ്യക്തി കൂടെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ആശാ വർക്കർമാരുടെ നമുക്കറിയാം, ആ സമരം ഇപ്പോൾ നിരാഹാര സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്നു. ആ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരത്തെ ഈ ദിവസങ്ങൾ പിന്നിട്ടിട്ടും അത് സർക്കാർ പൂർണ്ണമായും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സ്ഥിതി ഒരു വശത്ത്. മറുവശത്ത് ഇത്തരത്തിൽ ആശാ വർക്കർമാരുടെ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ പോകുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. CPM ഇത് ആദ്യമായിട്ടല്ല പാലക്കാട് ജില്ലയിൽ ഇത്തരത്തിലുള്ള ഭീഷണികൾ നടത്തുന്നത്. നേരത്തെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെയും അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകരെയും ഒക്കെ പല പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിർബന്ധിച്ചും അതുപോലെ തന്നെ സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിലും ഒക്കെ ഭീഷണി മുഴക്കുന്ന കാഴ്ച പാലക്കാട് തന്നെ മുമ്പ് നമ്മൾ ജനം TV റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ ഈ ആശാ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആശമാരെ പോലും ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ആശാ വർക്കർമാർ ആരെങ്കിലും സമരത്തിന് പോയാൽ പിന്നെ ആശയായി തുടരാൻ ആവില്ല, അവർക്ക് നിരാശയാകും എന്നാണ് LC അംഗം രമണി പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുണാലത്ത്.